എന്താ കോര വിളിപ്പിച്ചത്? തിരുവനന്തപുരത്ത് നിന്നും തമ്പി വിളിച്ചിരുന്നു അല്ലേ? ആ, വിളിച്ചിരുന്നു. ഘോരയുടെ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടി പറയാനായിരുന്നു വിളിച്ചത്. ഇനിയിപ്പോ ഒരു ദിവസത്തെ കാര്യം കൂടെയല്ലേ ഉള്ളൂ. ഘോരയുടെ ഹോമം കഴിഞ്ഞ് നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് പോവാല്ലേ? പോരാ. തമ്പിയുടെ ആവശ്യം നമ്മുടെ ആവശ്യം കൂടിയാ. അതുമാത്രമല്ല, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് ഇന്നു രാത്രി തന്നെ നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് തിരിക്കണം. പിന്നെന്താ, ഞങ്ങൾ ഇന്ന് തന്നെ പുറപ്പെടാം. ഘോര ഹോമമൊക്കെ കഴിഞ്ഞ് സാവധാനം വന്നാ മതിയല്ലോ. ഇതെല്ലാം ഞാൻ എന്റെ മഹായജ്ഞത്തിൽ നിന്ന് കടഞ്ഞെടുത്ത സുരാരി യന്ത്രങ്ങളാണ്. അതെന്താ കോര സുരാരി യന്ത്രം? സുരനെ ഹനിക്കുന്ന യന്ത്രം. അതായത് ഈ യന്ത്രങ്ങൾ ഭദ്രമായി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ദൈവിക ശക്തിക്കും പ്രവേശിക്കാനാവില്ല. അതെന്തായാലും നന്നായി കോര. ഇത് ഞങ്ങളുടെ കയ്യിൽ കെട്ടിയാ പിന്നെ ആ വിദ്യാമയെ പോലുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ളതല്ല. ഇത് ഭദ്രമായി സൂക്ഷിച്ച് നിങ്ങൾ എത്തുന്ന ദിവസം രാത്രിയിൽ തന്നെ തമ്പിയുടെ വീടിന്റെ 4 ചുറ്റും ഈ തകിടുകൾ കുഴിച്ചിടണം. അതോടെ ആ മായാജാലക്കാരിക്കും സംഘത്തിനും തമ്പിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോയിട്ട് 7 അയലത്ത് പോലും വന്നു നിൽക്കാൻ പറ്റില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ മുൻകൂട്ടി കാണുകയുമില്ല. എങ്കിൽ പിന്നെ പുഷ്പം പോലെ നമുക്ക് അവളെ അവിടെ നിന്ന് പൊക്കാലോ. പക്ഷേ ദേവൂട്ടിയുടെ കയ്യിൽ ആ ദിവ്യശക്തിയുള്ള മോതിരമുണ്ടല്ലോ കോര. ഈ തകിടുകൾ മണ്ണിനടിയിലെത്തുന്നതോടെ അവളുടെ മോതിരത്തിന്റെ പ്രഭാവം കെടും. പിന്നെ അതുകൊണ്ട് അവൾക്ക് കാൽക്കാശിന്റെ പ്രയോജനം പോലും ഉണ്ടാവില്ല. അത് മതി, ബാക്കി കാര്യങ്ങള് ഞങ്ങൾ ഏറ്റു. എന്നാ പിന്നെ ഞങ്ങൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണേ കോര. ചെല്ലേ, ഇന്ന് പുലർച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ അവിടെ എത്തണം. തൂണിലും തുരുമ്പിലും ഒരുപോലെ വിരാജിക്കുമെന്ന് അഹങ്കരിച്ചിരുന്ന നിന്നെ ഘോര ഇതാ പരാജയപ്പെടുത്താൻ പോകുന്നു. നാളെ മുതൽ നീ എങ്ങനെ നിന്റെ ഉത്തമ ഭക്തയെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയണം. എന്തേ
നിനക്ക് നിന്റെ മായക്കണ്ണുകൊണ്ട് നിന്റെ ഭക്തയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണാനാവുന്നില്ല അല്ലേ? നിന്റെ മായക്കണ്ണ് ഈ ഘോര കെട്ടി. ഇനി നിനക്ക് അവളുടെ ഒരു കാര്യങ്ങളും അറിയാൻ സാധിക്കില്ല. ഓ, സഹായം അഭ്യർത്ഥിച്ച് ശക്തി ശിവനെ തേടി പോവുകയാണല്ലേ? പക്ഷേ മായാജാലക്കാരി, നിന്നെ സഹായിക്കാൻ ആ ചുടലഭസ്മധാരിക്ക് പോലും കഴിയില്ല.